ചുരുക്കം ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ വരാറുള്ളൂ. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ആണ് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സണ് ഈ ടാക്സുകൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ആക്ച്വലി ടാക്സ് ഇൻവോയ്സ് എന്ന് പറയും. Okay, it should include a description of goods, quantity, value and tax charge on the supplier. അല്ലേ, നമ്മൾ ഈ പറയുന്ന സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സപ്ലൈയിൽ വരുന്ന ക്വാണ്ടിറ്റി, അതുപോലെ ഈ ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും, എത്രത്തോളം വാല്യൂ ഉള്ള ഗുഡ്സ് ആണ്, എത്ര രൂപ എമൗണ്ട് ടാക്സ് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന ഈ ഒരു ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബില്ല് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ടാക്സ് ബില്ല് ആണ് ഇതിന്റെ സംഭവം കേട്ടോ. ടാക്സ് ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് പറയുന്നത് ഒരു എവിഡൻസ് ആണല്ലേ, ഈ പറയുന്ന നമ്മൾ പേയ്മെന്റ് ചെയ്തു എന്നുള്ള ഈ ഗുഡ്സ് സർവീസ് അല്ലെങ്കിൽ വാങ്ങി എന്നുള്ളതിന് തെളിവായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ പേയ്മെന്റ് ഓഫ് ദി വാല്യൂ ഓഫ് ദി ഗുഡ്സ് ഓർ സർവീസ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് അഡ്രസ് ഓഫ് ഡെലിവറി ആണ് അല്ലേ. അതുപോലെ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് അഡ്രസ് ഓഫ് ഡെലിവറി നമുക്ക് അത് അതിന് പ്രാധാന്യമുണ്ട്, എവിടേക്കാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നുള്ളത് കാണിക്കാൻ. ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടിന്യൂസ് ജേർണി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് അല്ലേ, ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നുള്ളതിനെ കുറിച്ച് കാണിക്കാൻ. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഓക്കെ, ഇത് ഗുഡ്സ് ആണോ സർവീസ് ആണെന്നുള്ളത് അതിന്റെ വാല്യൂ തീരുമാനിക്കാനൊക്കെ നമുക്ക് ഇത് വേണം. ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ് അത്യാവശ്യം, അതായത് ബില്ലിന്റെ ആവശ്യകതയാണ്, പ്രാധാന്യമാണ് പറഞ്ഞു കേട്ടോ. ഇനി ഒരു ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. രജിസ്റ്റേർഡ് സപ്ലയറുടെ, ഇപ്പൊ സപ്ലൈ ചെയ്യുന്ന ആളാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ആ രജിസ്റ്റേർഡ് സപ്ലയറുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ GSTIN എന്ന് പറയും, GST നമ്പറാണ്, ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അതുപോലെ കോൺസിക്യൂട്ടീവ് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഓരോ ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സീരിയൽ നമ്പർ കാണാൻ പറ്റും. ഇപ്പോൾ മിക്കവാറും ബില്ലിന്റെ അടിയിലെ കാർബൺ കോപ്പി ഒക്കെ ഉണ്ടാവും, അതിന്റെ ബില്ലിന്റെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്, എന്നാണ് ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന്റെ ഡേറ്റ് ഉണ്ടാവും. അഡ്രസ്, നെയിം, റെസിപ്പിറ്റ്, ആർക്കാണോ ഈ പറയുന്ന സപ്ലൈ ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഗുഡ്സ് ആരാണോ വാങ്ങിയത്, സർവീസ് ആരാണോ റെസിപ്പിറ്റ് ചെയ്തത്, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ദെൻ റെസിപ്പിയന്റിന്റെ GST, ഇപ്പോൾ ഒരു റെസിപ്പിയന്റ് കസ്റ്റമർ അല്ലെങ്കിൽ ആരാണ് ഗുഡ്സ് വാങ്ങിയത്, അയാൾ ഒരു GSTI നമ്പർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ GST നമ്പർ കാര്യങ്ങളുണ്ടാവും. HSN കോഡ് നമ്മൾ പഠിച്ചിരുന്നില്ല, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു കോഡ് ഏത് ഗുഡ്സ് ആണ് ഏത് സർവീസ് ആണെന്നുള്ളത് കാണിക്കാനുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈഡ് ഉണ്ടാവും അല്ലെ, ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസ് ആണെന്നുള്ളത് സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളുണ്ടാവും. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ടാവും. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടാവും. ടാക്സബിൾ വാല്യൂ ഓഫ് സർവീസ് എത്രത്തോളം ഉണ്ട്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും. ടാക്സബിൾ വാല്യൂ എത്രത്തോളം രൂപ, എത്രത്തോളം ടാക്സബിൾ വാല്യൂ ഉള്ള സപ്ലൈ ഉണ്ടെന്നുള്ളത്. ചിലപ്പോൾ എല്ലാ സപ്ലൈ, ഇപ്പോൾ ഒരു ബില്ലിലുള്ള ടാക്സ് ഇൻവോയ്സിലുള്ള കംപ്ലീറ്റ് സപ്ലൈ ചിലപ്പോൾ എന്തായിക്കോണമെന്നില്ല, ടാക്സബിൾ സപ്ലൈ ആയിക്കോണമെന്നില്ല, ടാക്സബിൾ ഗുഡ്സ് തന്നെ ആയിക്കോണമെന്ന് നിർബന്ധമില്ല. അതുപോലെ അതിൽ ടാക്സബിൾ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. അപ്ലിക്കബിൾ റേറ്റ് ഓഫ് ടാക്സ്, ഇനി ഓരോ ഐറ്റവും നമുക്കറിയാം പല ടാക്സ് സ്ലാബ്, പല ടാക്സ് റേറ്റുകളാണ്. 5%, 9%, 12%, 18%, 28% ഒക്കെ ഉണ്ട്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഏത് ടാക്സ് റേറ്റ് ആണ് അവിടെ വരിക എന്നുള്ളതുണ്ടാവും. എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ് ചെയ്തത് എത്രയുണ്ടാവും, സിഗ്നേച്ചർ ഓഫ് സപ്ലയർ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ. ഓക്കെ, ഇനി ടാക്സ് ഇൻവോയ്സ് പ്രധാനമായിട്ടും ഇവിടെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിൽ ഓഫ് സപ്ലൈ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അഗ്രിഗേറ്റ് ഇൻവോയ്സ്. ഓക്കെ, ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് സിമിലർ ടു ടാക്സ് ഇൻവോയ്സ് ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി tax amount as the seller is not eligible to collect tax on the supplies made on. Okay, ഏതൊരു ഡോക്യുമെന്റിനെയാണ് ടാക്സ് ഇൻവോയ്സ് സിമിലർ ടു ടാക്സ് ഇൻവോയ്സ് ആണ്. നമ്മുടെ ടാക്സ് ഇൻവോയ്സ് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. പക്ഷെ അതിൽ എന്തുണ്ടായിരിക്കില്ല, നമ്മളുടെ ഈ ഒരു ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ടാക്സ് എമൗണ്ട് ആസ് ദ സെല്ലർ ഈസ് നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ ദി സപ്ലൈസ് മെയ്ഡ് ആണ്. അതായത് സപ്ലയർ ടാക്സ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടാക്സ് ഈടാക്കാൻ ലെവി ചെയ്യാൻ പറ്റാത്ത സപ്ലയേഴ്സ് അവരാണ് ഈ പറയുന്ന ഈ ഒരു ബിൽ ഓഫ് സപ്ലൈ പറയുന്ന ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുക.
അത് ലൈക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരുവിധം കണ്ടന്റുകളൊക്കെ നമ്മളുടെ ടാക്സ് ഇൻവോയ്സ് പോലെ തന്നെയാണ്. പക്ഷെ അത് അവർക്ക് ടാക്സ് അതിൽ കളക്ട് ചെയ്യാൻ ആ ഒരു ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഡോക്യുമെന്റിലൂടെ പറ്റില്ല. ഓക്കെ, ദെൻ ആ വ്യക്തി എലിജിബിൾ ആയിരിക്കില്ല ടാക്സ് കളക്ട് ചെയ്യാൻ. ആ ഒരു സപ്ലയർ എലിജിബിൾ ആയിരിക്കില്ല. ദെൻ അത്തരം സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ആക്ച്വലി ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഇനി ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ ആണ്. ഇതും it is a document provided by registered person when they are supplying taxable as well as accepted goods or service to a unregistered person ആണ്. അതായത് ഒരു ഡോക്യുമെന്റിനാണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഈ പറയുന്ന ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ when they are supplying taxable as well as exempted goods ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ടാക്സിന്റെ പരിധിയിൽ വരുന്ന ഗുഡ്സും വരാത്തതും. ഇപ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സും ഉണ്ടാവാം. രണ്ട് കാറ്റഗറി ഓഫ് ഗുഡ്സും ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. മനസ്സിലായാലോ? ടാക്സബിൾ സപ്ലൈ അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്? അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ അതിന്റെ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ആ സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഇൻവോയ്സും കം ബിൽ ഓഫ് സപ്ലൈ ആണ് ഇതിന്റെ പേര്. ഇനി റെസിപ്റ്റ് വൗച്ചർ ആണ്. റെസിപ്റ്റ് വൗച്ചർ ഇറ്റ് ഈസ് എ വൗച്ചർ ഇഷ്യൂഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ whenever he receive an advance payment with respect to any supply of goods or service for both ആണ്. അപ്പോൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്? പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വൗച്ചറാണ് ആക്ച്വലി റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു സപ്ലയർ ആണെങ്കിൽ ഞാൻ ഇഷ്യൂ ഗുഡ്സ് അല്ലെങ്കിൽ ആ സർവീസ് ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഒരു വൗച്ചറാണ് ആക്ച്വലി റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ വൗച്ചർ ഇഷ്യൂഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ വെൻ ഞാൻ എന്തെങ്കിലും പൈസ എനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ പൈസ തന്ന കസ്റ്റമർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൗച്ചറാണ് റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, അപ്പൊ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസ് ഞാൻ പിന്നീടായിരിക്കും ഇത് ചെയ്യാം, സപ്ലൈ ചെയ്യാം. ഇനി റീഫണ്ട് വൗച്ചർ ഉണ്ട്. It is a voucher issued by the registered person when he receive advance payment and issued receipt voucher but no supply is made or tax invoice issued ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എനിക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടി. ഞാൻ സപ്ലൈ ഗുഡ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. പക്ഷെ എന്ത് ചെയ്തില്ല, ഞാൻ അതിനുള്ള സപ്ലൈ ചെയ്ത് കൊടുത്തില്ല. ദാറ്റ് മീൻസ് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ പൈസ വാങ്ങിയുള്ള സപ്ലൈ സർവീസോ അല്ലെങ്കിൽ എന്താണ് ഗുഡ്സോ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യപ്പെടാം ഞാൻ സപ്ലൈ ഒറിജിനൽ മെയ്ഡ് ചെയ്യുന്ന സമയത്താണ്. അഡ്വാൻസ് കിട്ടിയ ആൾക്ക് ഞാൻ ഏതാണോ ഗുഡ്സ് സർവീസ് ഏതാണോ അയാൾക്ക് അത് കൊടുക്കുന്ന സമയത്തെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുള്ളൂ. സോ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയത്ത് അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കും. ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന വൗച്ചറാണ് റീഫണ്ട് വൗച്ചർ എന്ന് പറയും. അഡ്വാൻസ് ആയിട്ട് കിട്ടിയ പൈസ എന്ത് ചെയ്യും? തിരിച്ചു ചെയ്യാനായിട്ട് തന്നെ റീപേ ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്നതാണ് റീഫണ്ട് വൗച്ചർ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഡെബിറ്റ് ഇപ്പോൾ പറഞ്ഞത് റെസിപ്റ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ പറഞ്ഞു. ഇനി ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ സപ്ലയർ ഇൻ ദ ഫോളോയിങ് കേസസ് ആണ്. അതായത് സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ഇത് ഇഷ്യൂ ചെയ്യുക ഏതൊക്കെ സമയത്താണെന്നുള്ളതാണ്. ഒന്ന്, സപ്ലൈ ആർ റിട്ടേൺ ഓർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യന്റ് ബൈ ദി റെസിപ്പിയന്റ് ആണ്. സപ്ലൈ ചെയ്ത ആ ഐറ്റം നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടുകയാണ്. ഓക്കെ, സപ്ലൈ ചെയ്ത ഐറ്റംസ് റിട്ടേൺ ആയിട്ട് തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ബൈ ദ റെസിപ്പിയന്റ് ആണ്. അതായത് അയാൾക്ക് അപര്യാപ്തത തോന്നുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡെഫിഷ്യന്റ് ആയിട്ട് തോന്നുന്നത് ഈ സംഭവം അയാൾക്ക് റിസീവ് ചെയ്ത ആ ഒരു സപ്ലൈ പോരാന്ന് തോന്നിയിട്ട് അയാൾക്ക് തിരിച്ചു തരികയാണെങ്കിൽ ആ സമയത്ത് ഇഷ്യൂ ചെയ്യും. അതുപോലെ ഡിക്രീസ് ഇൻ ടാക്സബിൾ വാല്യൂ. ഇപ്പോൾ ടാക്സബിൾ വാല്യൂ ഡിക്രീസ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? ടാക്സ് കൂടുതലായിരുന്നു. ഓക്കെ, ദെൻ അത് പിന്നീട് ഫൗണ്ട് ചെയ്യാണ് അത്രയും ടാക്സ് അതിനില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം?
തിരിച്ചങ്ങോട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ആ സമയത്ത് ഈടാക്കുന്ന ഒരു നോട്ടാണ് ക്രെഡിറ്റ് നോട്ട്. അതുപോലെ ഡിക്രീസ് ഇൻ GST ചാർജ് ഇൻ ഇൻവോയ്സ് ആണ്. അതായത് GST എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ GST ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി സപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ കൂടുതൽ ടാക്സ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് ചെയ്യേണ്ടി വരും. ആ ഡിക്രീസ് ചെയ്ത ടാക്സ് GST കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റ് നോട്ടിന്റെ. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന്, നമുക്ക് ടാക്സബിൾ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. ടാക്സബിൾ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് നമ്മൾ ടാക്സ് കുറച്ചാൽ വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ വാങ്ങേണ്ടി ആ സമയത്ത് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുപോലെ ഇൻക്രീസ് ഇൻ GST ചാർജ് ഇൻവോയ്സ് ഉണ്ടോ, ഈ പറഞ്ഞ പോലെ GST ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ഈ പറയുന്ന കസ്റ്റമറുടെ കയ്യിൽ പിന്നീട് കൂടുതൽ പൈസ നമ്മൾ വാങ്ങേണ്ടി വരും. ആ സമയത്തൊക്കെ ഇഷ്യൂ ചെയ്യുന്ന നോട്ടാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് നോട്ടുണ്ട് ക്രെഡിറ്റ് നോട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് കണ്ടന്റ്സ് ഓഫ് ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടാണ്. ഈ പറയുന്ന ക്രെഡിറ്റ് നോട്ടിൽ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ്. അതിലൊന്ന് നെയിം, അഡ്രസ് ആൻഡ് GST നമ്പർ ഓഫ് സപ്ലയർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ നേച്ചർ ഓഫ് ദി ബിസിനസ് ഡോക്യുമെന്റ്, എന്ത് ഡോക്യുമെന്റ് ആണെന്നുണ്ടാവും. കൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഓഫ് ദി നോട്ട് എക്സീഡിംഗ് 6 ഡിജിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഈ പറയുന്ന നമ്മുടെ GST ഒരു സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് 16 അക്കത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഡേറ്റ് ഓഫ് ദി ഇഷ്യൂ ഓഫ് ദി ഡോക്യുമെന്റ് ഉണ്ടാവും. അതുപോലെ നെയിം ഓഫ് അഡ്രസ് ഓഫ് GST റെസിപ്പിയന്റ് ഉണ്ടാവും. അതുപോലെ സീരിയൽ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവും. അതിന്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഈ ടാക്സ് ഇൻവോയ്സിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാവും. എത്ര രൂപയുടേതാണ് നമ്മുടെ ഈ പറയുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്നുണ്ടാവും. അതിന്റെ ടാക്സബിൾ വാല്യൂ ഉണ്ടാവും. റേറ്റ് ഓഫ് ടാക്സ്, എമൗണ്ട് ഓഫ് ടാക്സ് എത്രയാണ് ഡെബിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തത് കൃത്യമായിട്ടുണ്ടാവും. അതുപോലെ സിഗ്നേച്ചർ ഓഫ് സപ്ലയർ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഏതിലുണ്ടാവുക, നമ്മളുടെ ഈ ഒരു ഡെബിറ്റ് നോട്ട് ആണെങ്കിലോ ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലോ ഉണ്ടാവുക. അപ്പോൾ നോട്ട് ചെയ്തോ, ക്രെഡിറ്റ് നോട്ട് പ്രധാനമായിട്ടും ടാക്സബിൾ വാല്യൂ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സാധനം സപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ടാക്സ് ആയിട്ട് വാങ്ങിയത് 100 രൂപയെന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ അത്ര ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും 80 രൂപ വാങ്ങിയാൽ മതി. അപ്പോൾ 20 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെയാണ് പ്രധാനമായിട്ട് ക്രെഡിറ്റ് നോട്ട് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അല്ലെങ്കിൽ ടാക്സ് ചാർജ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ആവുകയാണ്. അപ്പോൾ തിരിച്ച് പൈസ എത്രയാണ് ടാക്സ് വാങ്ങിയ വ്യക്തി അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെയാണ് പ്രധാനമായിട്ടും ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഡെബിറ്റ് നോട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഞാൻ വാങ്ങിയ 100 രൂപ പോരാ, 120 വാങ്ങേണ്ടി വരും ടാക്സ്. സപ്ലൈ ചെയ്യുന്ന സമയത്ത് 100 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 20 രൂപ അധികം വാങ്ങേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഇൻക്രീസ് ഇൻ ദ ടാക്സബിൾ വാല്യൂ ആണ്. അല്ലെങ്കിൽ GST ചാർജസ് ഇൻവോയ്സ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ആ സമയത്തൊക്കെയാണ് ഡെബിറ്റ് നോട്ട് പ്രധാനമായിട്ട് ഇഷ്യൂ ചെയ്യുക. അതിലെ കണ്ടന്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് നോട്ടാണ് ക്രെഡിറ്റ് നോട്ടൊക്കെ മേ ബി ചോദിച്ചേക്കാം. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എമൗണ്ട് ആണ്. ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഫോർ ക്രെഡിറ്റ് നോട്ടാണ്, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ദ എഫക്റ്റ് ഓഫ് മിനിമൈസേഷൻ ഓഫ് അക്കൗണ്ട് റിസീവബിൾസ് ആണ് റെപ്രസെന്റ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ടാക്സ് റിട്ടേൺ അണ്ടർ GST ആണ്. ടാക്സ് റിട്ടേൺ ഇതൊക്കെ പറഞ്ഞതാ തോന്നുന്നില്ല നമ്മൾ മുമ്പ്. ടാക്സ് റിട്ടേൺ അണ്ടർ GST എന്ന് പറഞ്ഞാൽ ടാക്സ് റിട്ടേൺ ഈസ് എ ഫോം ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലി ഓർ മാനുവലി വിത്ത് എനി ഓഫ് ദി ടാക്സ് അതോറിറ്റീസ് ദാറ്റ് റിപ്പോർട്ട് ഇൻകം ആണ്, എക്സ്പെൻസ് ആൻഡ് അതോ റെലവന്റ് ഇൻഫർമേഷൻസ് ആണ്. ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോം നമ്മൾ ചെയ്യാണ് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ മാനുവലി ആയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻകത്തിനെ കുറിച്ചും നമ്മുടെ എക്സ്പെൻസിനെ കുറിച്ചും മറ്റുള്ള അതർ റെലവന്റ് ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഓരോ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ GST റിട്ടേൺസ് നമ്മൾ ഫർണിഷ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു മോഡ്സിലൂടെയാണ്. ഒന്ന് ഓൺലൈൻ പോർട്ടൽ വഴിയുണ്ട്, അതുപോലെ ത്രൂ ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ബൈ GSTIN അതിലൂടെ പറ്റും. ത്രൂ GST സുവിധ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഈ പറഞ്ഞ 3 രൂപത്തിലാണ് നമുക്ക് GST ചെയ്യാൻ പറ്റുക, ഫയൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറയുന്നത് സപ്ലയറുടെ ഈ എന്താ പറയുക ടേൺ ഓവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവരുടെ സപ്ലൈ എത്രയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ,
ഇനി ടൈപ്സ് ഓഫ് GSTR റിട്ടേൺസ് പറയുന്നുണ്ട്. GSTR 1 ഉണ്ട്, ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ്. GSTR 1 റിട്ടേൺ ഓഫ് ഔട്ട്വാർഡ് സപ്ലൈ, നമ്മൾ ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ സപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് മന്ത്ലി റിട്ടേൺ ആണ് നമ്മൾ ഇല്ലേ, മന്ത്ലി റിട്ടേൺസ് ആണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് GSTR 1. അതുപോലെ ഡ്യൂ ഡേറ്റ് 10th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഈ ഒരു മന്ത്ലി റിട്ടേൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അടുത്ത മാസം, ഈ മാസത്തിൽ അടുത്ത മാസം 10ാം തീയതി ഉള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യണം. അപ്ലിക്കബിൾ ടു നോർമൽ ടാക്സ് പേയേഴ്സ് ആണ്. ഓക്കെ, നോർമൽ ടാക്സ് പേയേഴ്സിന് ആണ് ഈ ഒരു GSTR 1 അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി റിട്ടേൺ ഓഫ് ഇൻവാർഡ് സപ്ലൈ ആണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സപ്ലൈ, ഇൻവാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ GSTR 2 എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും മന്ത്ലിയാണ്. അടുത്ത മാസം 15ാം തീയതി മുമ്പായിട്ടാണ് GSTR 2 നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് നോർമൽ ടാക്സ് പേയേഴ്സിനാണ് നമുക്ക് വേണ്ടത്. നോർമൽ ടാക്സ് പേയേഴ്സ് മീൻസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ടാക്സ് അടക്കുന്നവരെയാണ് നോർമൽ ടാക്സ് പേയേഴ്സിന് മീൻ ചെയ്യണം കേട്ടോ. ഓക്കെ, പുതിയ അമെന്റ്മെന്റ് വന്നിട്ടില്ല, ഡേറ്റിൽ വ്യത്യാസമല്ല. ഡേറ്റിൽ ടെക്സ്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കട്ടോ. 13 കഴിക്കണല്ലേ, ഏതോ ഡേറ്റ് മാറ്റണ്ടോ? 13 ഉണ്ട്, 1 ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. ഓക്കെ, GSTR 1 ഡ്യൂ ഡേറ്റ് 11th ആണ് നെക്സ്റ്റ് മന്ത്. GSTR 2 സെയിം തന്നെയാണ്, 15th തന്നെയാണ് നെക്സ്റ്റ് മന്ത്. 15th അല്ലേ ആണ്. ഫസ്റ്റത്തത് 10th ആയിരുന്നു, 10th മാറിയിട്ടുണ്ട് കേട്ടോ, ചെറിയ മാറ്റങ്ങളുണ്ട്, ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഇത് 11th ആണ്. അതുപോലെ GSTR 2 എന്ന് പറയുന്നത് 15th ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. ദെൻ GSTR 3 ഉണ്ട്. GSTR 3 എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സമ്മറി ഓഫ് ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ ആണ്. അതായത് ഇൻവാർഡ് സപ്ലൈയുടെയും ഔട്ട്വാർഡ് സപ്ലൈയുടെയും സമ്മറി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അത് മന്ത്ലിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. Then it show case of the summary of GST liability of the taxpayer ആണ്. ഇതിലാണ് നമുക്ക് ടാക്സ് ലാബിലിറ്റി, GST ലാബിലിറ്റി എത്രത്തോളം അടക്കേണ്ടത് അതിന്റെ സമ്മറിയാണ്. എത്രത്തോളം ലാബിലിറ്റി ഉണ്ടെന്നുള്ളത് കാണിക്കപ്പെടുകയാണ്. കാരണം ഇൻവാർഡും ഔട്ട്വാർഡും അവിടെ കാണിക്കുന്നതുകൊണ്ടാണ്. ദെൻ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ, 20th അല്ലേ, 20th ആണ്, 20th ഓഫ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം 20ന് മുമ്പായിട്ട് 20 ആണ്. 20, 22 ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ഇനി applicable to registered persons ആണ്. ഓക്കെ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് 22-നല്ലേ ലാസ്റ്റ് ഡേറ്റ്? യെസ്, 20th, 22nd, 24th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ 3 ഡേറ്റ് പറയുന്നുണ്ട് ഇതിൽ. 20 ഉണ്ട്, 22nd ഉണ്ട്, 24th ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് GSTR 4 ആണ്. റിട്ടേൺ ബൈ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ആണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, ഇപ്പോൾ സാധാരണ ടാക്സ് അടക്കുന്നതിന് പകരം കോമ്പോസിഷൻ സ്കീമിൽ എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് അടക്കാൻ പറ്റും. അവർക്കുള്ളതാണ് GST 4. സാധാരണ ടാക്സ് അതാണ് നമ്മുടെ ഈ ലാസ്റ്റ് 3rd എന്നൊക്കെ പറയില്ലേ, നോർമൽ ടാക്സ് പേയേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് സാധാരണ രീതിയിൽ. ഇപ്പോൾ സപ്ലയർ ടാക്സ് അടക്കുന്നതിൻ്റെയാണ് നോർമൽ ടാക്സ് പേയേഴ്സ് മീൻ ചെയ്യുന്നത്. ഇനി കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന് GST റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമാണ് GSTR 4. ഇത് ക്വാർട്ടർലി സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഓർമ്മ ഉണ്ടോ, കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് അടക്കുന്ന ആൾക്കാർ മന്ത്ലി എന്ത് ചെയ്യേണ്ട, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, അവർക്കുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചോദിക്കൂട്ടോ. കോമ്പോസിഷൻ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലും GST കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് അടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? അവർക്കത് ചൂസ് ചെയ്ത് അല്ലേ, സ്മോൾ ടാക്സ് പേയേഴ്സിന് ടാക്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആക്ച്വലി കോമ്പോസിഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിക്സഡ് പെർസെൻറ്റേജിൽ ടാക്സ് അടക്കാനാണ് വേണ്ടത്. അവരുടെ ടേൺ ഓവറിന്റെ മുകളിൽ ഇത്ര പെർസെൻറ്റേജ് ടാക്സ് ആണ് അവർ അടക്കേണ്ടി വരിക. ഓക്കെ, അത്തരം ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഈ GSTR 4. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 18th ഓഫ് മന്ത് ആണ്. എല്ലാ ക്വാർട്ടർ കഴിഞ്ഞിട്ടുള്ള മന്തിന്റെ 18th ആണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ 4ാമത്തെ മാസത്തിന്റെ 18ാം തീയതിന് മുമ്പായിട്ടാണ്. അത് സെയിം അല്ലേ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ ബാസില?
അതെനിക്കറിയില്ല. ഓക്കെ സൈറ്റില് ഡേറ്റ് മാറിയിരുന്നല്ലോ. ഓക്കെ 18th ആട്ടോ, ഇതിൽ മാറ്റം ഉണ്ടാവില്ല. 18th ആ തന്നെയാണ്. ഓക്കെ നെക്സ്റ്റ് അപ്ലിക്കബിൾ ടു ഇത് ഉണ്ടോ, അപ്ലിക്കബിൾ ടു കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്. കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിനാണ് ഇത്. നിങ്ങളെ ഈ GSTR 1, 2, 3 ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, മേ ബി ചോദിച്ചാൽ. ഓക്കെ ഇനി റിട്ടേൺ ബൈ നോൺ റെസിഡന്റ് ടാക്സ് പേയേഴ്സ് എന്നുള്ളതാണ് GSTR 5. ഇത് മന്ത്ലി റിട്ടേൺ ആണ്. അതുപോലെ ഡ്യൂ ഡേറ്റ് മന്ത്ലി റിട്ടേൺ മീൻസ് മന്ത്ലി ഇതിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഡ്യൂ ഡേറ്റ് ഈസ് 20th ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്, 20 ആണ്. ഓക്കെ വിത്തിൻ 7 days ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് ദി എക്സ്പയറി ആണ്. ഓക്കെ അതായത് ഓരോ മാസത്തിന്റെയും 20-ാം തീയതി മുമ്പായിട്ടാണ് ഈ ഒരു GSTR 5 അവർ സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ട ആൾക്കാരാണ് നോൺ റെസിഡന്റ് ടാക്സ് പേയേഴ്സ്. ഇപ്പോൾ വിദേശികളൊക്കെ വന്നിട്ട് തൽക്കാലമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് നോൺ റെസിഡന്റ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ. ദെൻ അവരാണ് ഈ പറയുന്ന GSTR 5 ടാക്സ് അടക്കേണ്ടത്. അപ്ലിക്കബിൾ ടു നോൺ റെസിഡന്റ് ടാക്സ് പേയേഴ്സ് ആണ്. GSTR 6 ഉണ്ട്, റിട്ടേൺ ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമുക്കറിയാം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള, സ്വിഗ്ഗി പോലുള്ള സൈറ്റുകളൊക്കെ അല്ലേ, അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ് GSTR 6 എന്ന് പറയുന്നത്. ദെൻ അവർ മന്ത്ലിയാണ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. ഡ്യൂ ഡേറ്റ് ഓരോ മാസത്തിൻ്റെയും അല്ലേ, ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം 13 മുമ്പായിട്ടാണ് GSTR 6 അവർ പബ്ലിഷ് ചെയ്യേണ്ടത്. അവരുടെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നതാണ് റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ ഇനി GSTR 7 ഉണ്ട്. GSTR 7 ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം TDS പിടിക്കുന്ന പല ആൾക്കാരുണ്ടാവും അല്ലേ. TDS പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നുള്ള ടാക്സ് പിടിക്കുക. ഇപ്പോൾ ഇൻകം പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില എക്സാമ്പിൾ എംപ്ലോയർ ഉണ്ടാവും. എംപ്ലോയർ സാലറി എംപ്ലോയിക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അതിന്റെ TDS പിടിക്കാം. അതുപോലെ ലോട്ടറി വിൽക്കുന്ന ലോട്ടറി കമ്പനിക്കാർ എന്ത് ചെയ്യും, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ ലോട്ടറി അടിച്ച എമൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ആ കമ്പനി അതിന്റെ ടാക്സ് പിടിക്കും. അപ്പം അങ്ങനെ TDS പിടിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. TDS പിടിക്കുന്ന ആൾക്കാർ ഒരു ഫയൽ ചെയ്യേണ്ട റിട്ടേൺ GSTR 7 ആണ്. അത് മന്ത്ലി റിട്ടേൺ ആണ് കേട്ടോ. അത് മന്ത്ലി റിട്ടേൺ ആണ്. അത് അടുത്ത മാസം, ഈ മാസം ആണ് അവർ കളക്ട് ചെയ്തെങ്കിൽ അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് അവർ എന്ത് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് അവർ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യണം. അത് TDS പിടിക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ് GSTR 7. ഓക്കെ ഈ ഒരു സ്ലൈഡിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. ഇനി നമുക്ക് PDF ആണ്, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റി സമയം കിട്ടിയില്ലായിരുന്നു. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ ഗ്രൂപ്പിലിടാം. സെയിം സാധനം തന്നെയാണ്. ഇനി നെക്സ്റ്റ് GSTR 8 ആണ്. GSTR 8 റിട്ടേൺ ഓഫ് ടാക്സ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് കളക്ഷൻ ഓഫ് ടാക്സ് റിസോഴ്സ് ആണ്. TCS പിടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, TDS പോലെ തന്നെ TCS പിടിക്കുന്ന ആൾക്കാരുണ്ടാവും. ദെൻ അവര് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു GSTR 8 ആണ്. GSTR 8 എന്ന് പറഞ്ഞാൽ GSTR 8 ആണ്. GSTR 8 നമ്മുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കളക്ഷൻ ഓഫ് ടാക്സ് റിസോഴ്സ് ആണ്. TCS പിടിക്കുന്ന ആൾക്കാർക്കാണ്. ഇത് മന്ത്ലി റിട്ടേൺ ആണ്. ഡ്യൂ ഡേറ്റ് 10th ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. ഈ മാസം TCS പിടിച്ചാൽ ദെൻ അവർ എന്ത് ചെയ്യണം, അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് അവരത് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് TCS പിടിക്കുക കേട്ടോ. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതുപോലെ നെക്സ്റ്റ് GSTR 9 ഉണ്ട്. ആനുവൽ റിട്ടേൺ ആണ്. അപ്പോൾ ഈ പറയുന്ന മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ എന്ത് ചെയ്യണം, ഇയർലി അതിൻ്റെ ഒക്കെ പാട് സമയം അവർ റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം.
അത് ചെയ്യേണ്ടത് അതാണ് ആനുവൽ റിട്ടേൺ. GSTR 9 അവർ സബ്മിറ്റ് ചെയ്യുക. അത് ഇയർലി ആണ്, ആനുവൽ റിട്ടേൺ ആണ്. അതുപോലെ ഓരോ വർഷത്തിൻ്റെതും നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ 31 ഡിസംബറിന് മുമ്പായിട്ടാണ് അവരത് സബ്മിറ്റ് ചെയ്യുന്നത്. നോർമൽ ടാക്സ് പേയേഴ്സ്, ഇപ്പോൾ നമ്മളുടെ അറിയാം, നമുക്ക് നേരത്തെ പറഞ്ഞ നോർമൽ ടാക്സ് പേയേഴ്സ് ആണ് ഈ ഒരു GSTR 9 അവർ ടാക്സ് എന്ത് ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി GSTR 9 ഉണ്ട്, 9B ഉണ്ട് കേട്ടോ. GSTR 9B ആണ്. GSTR 9B എന്ന് പറഞ്ഞാൽ ഇതും ആനുവൽ റിട്ടേൺ ആണ്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ GSTR 9 ഉണ്ട്, അതും ആനുവൽ റിട്ടേൺ ആണ്. പക്ഷേ അത് നോർമൽ ടാക്സ് പേയേഴ്സ് ആണ് കേട്ടോ. ഇവിടെ നോർമൽ ടാക്സ് പേയേഴ്സ് കൃത്യമായിട്ട് പറയുന്നത് അവരാണ് ആ ഒരു ടാക്സ് അടക്കേണ്ടത്. മനസ്സിലായോ? ഇനി GSTR 9B എന്ന് പറഞ്ഞാൽ അതും ആനുവൽ റിട്ടേൺ ആണ്. പക്ഷേ അത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ്, അവരുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് GSTR 9B ആണ്. GSTR 9 എന്ന് പറഞ്ഞാൽ ആനുവൽ റിട്ടേൺ ആണ്. 9 നമ്മളുടെ നോർമൽ ടാക്സ് പേയേഴ്സിനും, അതുപോലെ GSTR 9B എന്ന് പറയുന്നത് നമ്മളുടെ ആർക്കാണ്, അത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അവരുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോമാണ്. ഇനി GSTR 10 ഉണ്ട്, ഫൈനൽ റിട്ടേൺ ആണ്. ഓക്കെ, ഫൈനൽ റിട്ടേൺ ആണ് GSTR 10 എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ ഫോമുകളാണ്. ആ ഫോമിലാണ് ഇത് ചെയ്യേണ്ടത്, റിട്ടേൺ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇറ്റ് ഈസ് ഫയൽഡ് വൺസ് ഓൺ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഒരു നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവർ സബ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റിട്ടേൺ ആണ് GSTR 10. മനസ്സിലായോ? ദെൻ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ക്യാൻസലേഷൻ്റെ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്ത് 3 മാസത്തിനുള്ളിലാണ് എന്ത് ചെയ്യണം, ഫൈനൽ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് GSTR 10 നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്ലിക്കബിൾ ടു രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ്. അതായത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസിനാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. ഓക്കെ, മനസ്സിലാക്കല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ്, അപ്പോൾ GSTR നോക്കാം, ഫോമുകളാണ് പ്രധാനപ്പെട്ട. ഈ ഫോമുകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. നോർമൽ ടാക്സ് പേയേഴ്സിൻ്റെ കേസിലും അല്ലാത്തവരുടെ കേസിലൊക്കെ പറയുന്നുണ്ട്, ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇൻവാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലാത്ത കേസുകളിലൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക, ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് റിട്ടേൺ ആണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് റിട്ടേൺ, എന്താണ് ആനുവൽ റിട്ടേൺ, എന്താണ് ഫൈനൽ റിട്ടേൺ, എന്താണ് GST പ്രാക്ടീഷണർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് റിട്ടേൺ ആണ്. ഫസ്റ്റ് റിട്ടേൺ, ഇറ്റ് ഈസ് ദ റിട്ടേൺ filed by every tax registered person for the period between the date on which he become liable to get registration till the date on which the registration has been granted on. It is a return filed by every tax registered person. എല്ലാ registered personsum ടാക്സിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ registered personsum ഫയൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റിട്ടേൺ ആണ് ഈ പറയുന്ന ഫസ്റ്റ് റിട്ടേൺ. For the period between date on which become liable to get registration. Okay, അതായത് അയാൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള അത് മുതൽ till the date on which registration has been granted ആണ്. അയാൾ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്ന അതുവരെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് ആക്ച്വലി ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ മാസം മുതൽ ഞാൻ എൻ്റെ സപ്ലൈ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എന്താണ് ടാക്സ് എടുക്കാൻ ലയബിളാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ടാക്സ് അടക്കാൻ ലയബിളായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും അല്ലേ. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് രജിസ്ട്രേഷൻ സാങ്ഷൻ ആയിട്ട് കിട്ടിയതെങ്കിൽ, ഗ്രാൻഡ് ചെയ്തെങ്കിൽ അതുവരെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് റിട്ടേൺ ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും. ആ രജിസ്ട്രേഷൻ എപ്പോഴാണ് എനിക്ക് സാങ്ഷൻ ആയിട്ട് കിട്ടുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, അത് സബ്മിറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയും.
ഞാൻ എപ്പോൾ മുതലാണ് ഒരു ടാക്സ് അടക്കാൻ ലയബിളായിട്ട് മാറിയത്, അതുമുതൽ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ സാങ്ഷൻ ചെയ്യുന്ന അതുവരെയുള്ള അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് റിട്ടേൺ എന്ന് പറയും. ഓക്കെ, ഇത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എന്ത് ചെയ്യും, ഈ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് റിട്ടേൺ എന്ന് ചുരുക്കി പറയാം. ഇനി നെക്സ്റ്റ് ആനുവൽ റിട്ടേൺ ആണ്. ഓക്കെ, ആനുവൽ റിട്ടേൺ ആണ്. ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് the return filed by every tax registered person annually for every financial year in the prescribed manner ആണ്. നമുക്കറിയാം മന്ത്ലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് അടക്കുന്നവർ 3 മന്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ഫോമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിട്ടും അവർ എന്ത് ചെയ്യണം, GSTR 9 GSTR 9B ഒക്കെ വെച്ചിട്ട് അവർ ആനുവൽ റിട്ടേൺസ് അവർ സെപ്പറേറ്റ് പിന്നെ ആ വർഷത്തെ ടോട്ടൽ ഡീറ്റെയിൽസിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് അവർ ആനുവൽ റിട്ടേൺ അവർ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. പിന്നെ ഫൈനൽ റിട്ടേൺ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഫോം കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ആരാണോ ക്യാൻസലേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവർ അവർ ആ ക്യാൻസലേഷൻ അപ്ലൈ ചെയ്ത് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അവർ ഈ പറയുന്ന ഫൈനൽ റിട്ടേൺ അവർ GSTR റിട്ടേൺ വെച്ചിട്ട് അവർ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ. ഇനി നെക്സ്റ്റ് GST പ്രാക്ടീഷണർ ആണ്. GST പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആവാൻ പറ്റുന്ന ഒരു സംഭവമാണ് GST പ്രാക്ടീഷണർ. ഞങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി. ഡിഗ്രി ഉണ്ടായിട്ട് നിങ്ങൾക്ക് GST പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ GSTയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, GST പ്രാക്ടീഷണറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, ക്ലയൻസ് വരും. ക്ലയൻസ് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യുക, അത്രേ പണിയുള്ളൂ. ഓക്കെ, അവരുടെ അക്കൗണ്ടൻസ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യാനും ഡോക്യുമെന്റ്സ് ഒക്കെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ പറയും. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സർവീസ് അതിലായിട്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരാണ് GST പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. GST പ്രാക്ടീഷണേഴ്സ് മീൻസ് എനി പേഴ്സൺ ഹു ഹാസ് ബീൻ അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 48 ടു ആക്ട് സച്ച് എ പ്രാക്ടീഷണർ ആണ്. നമുക്ക് GSTയിൽ പറയുന്നുണ്ട് GST പ്രാക്ടീഷണറായിട്ട്, ടാക്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണെന്ന് അപ്രൂവ് ചെയ്യുന്നവരൊക്കെ നമ്മൾ GST പ്രാക്ടീഷണർ എന്നാണ് പറയുക. ഈ അസിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കംപ്ലയൻസ് under GST സിസ്റ്റം, നമ്മുടെ GST സിസ്റ്റത്തിനെ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ടാക്സ് അടക്കാൻ ബാധ്യതയുള്ള അല്ലെങ്കിൽ ലയബിളായിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അത് കൃത്യമായിട്ട് പേയ്മെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാവുന്ന ആൾക്കാരാണ് ആക്ച്വലി പറയുന്ന GST പ്രാക്ടീഷണർ എന്ന് പറയും. ഓക്കെ, നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ GST പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. ഇനി ഭാവിയിൽ ഇത് കൂടുതൽ ആയിട്ട് വരുന്ന ഇതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ആവശ്യം വരികയും ചെയ്യും. കാരണം ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും GSTയുടെ അണ്ടറിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന മേഖലയിലോട്ട് ആവശ്യമായിട്ട് വരും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ പ്രാക്ടീഷണറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ അടുത്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് പ്രാക്ടീഷണർ ചെറിയൊരു ഓഫീസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് GST പ്രാക്ടീഷണർ എന്ന് പറയും. ഇനി അവരുടെ പ്രധാനപ്പെട്ട റോള് GST പ്രാക്ടീഷണറുടെ റോളാണ് ഒന്ന് ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വാർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈ ആണ്. അപ്പോൾ ഞാനൊരു സപ്ലൈ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഈ GST പ്രാക്ടീഷണറെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്വാർഡ് സപ്ലൈ, എൻ്റെ ഇൻവാർഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ഫർണിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്വം GST പ്രാക്ടീഷണർക്കാണ്. അതുപോലെ ഫർണിഷ് മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി ആൻഡ് ഫൈനൽ റിട്ടേൺസ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ മന്ത്ലി റിട്ടേൺസ് ഉണ്ടാവും ചില ആൾക്കാർക്ക്, ക്വാർട്ടർലി റിട്ടേൺസ് ഉണ്ടാവും കോമ്പോസിഷൻ സ്കീമിലുള്ള ടാക്സ് അടക്കുന്നവർക്ക്. ഈ രണ്ട് വ്യക്തികളും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പുറമെ ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരുടെ ഫൈനൽ റിട്ടേൺസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് പ്രാക്ടീഷണർ. ഓക്കെ, GST പ്രാക്ടീഷണർ. അതുപോലെ മേക്ക് ഡെപ്പോസിറ്റ് ഫോർ ദ ക്രെഡിറ്റ് ഇൻ ടു ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. ഓക്കെ, മേക്ക് ഡെപ്പോസിറ്റ് ഫോർ ക്രെഡിറ്റ് ഇൻ ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. അതായത് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പേയ്മെന്റ് അടക്കണം, ടാക്സ് അടക്കണം. മനസ്സിലായോ?
ഇനി ഫയൽ എ ക്ലെയിം ഫോർ റീഫണ്ട് ആണ്. എന്തെങ്കിലും ടാക്സ് ഇപ്പോൾ ഈ പറയുന്ന ക്ലയന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടാക്സ് എമൗണ്ട് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ള ക്ലെയിമും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക. ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഈ പറയുന്ന രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ചസോ അമെൻമെന്റോ വരുത്താനുണ്ടെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഫർണിഷ് ഇൻഫർമേഷൻ ഫോർ ജനറേഷൻ ഓഫ് ഇ വേ ബില്ലാണ്. അപ്പോൾ നമുക്കറിയാം സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരൊക്കെ അവരുടെ 50,000 റുപ്പീസിന് മുകളിലുള്ള എന്തെങ്കിലും ഗുഡ്സോ സർവീസോ എന്ത് ചെയ്യാണ് അവർ മറ്റുള്ള സംസ്ഥാനത്തോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തോടൊക്കെ എന്ത് ചെയ്യാണ് ട്രാവൽ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ എന്തായിരിക്കണം, ഈ ഇ വേ ബിൽ എന്ന് പറയുന്ന ബില്ലുണ്ടായിരിക്കണം. ഓക്കെ, ഇ വേ ബിൽ. ആ ഇ വേ ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെറ്റിൽ കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുക. അതൊക്കെ ഈ പറയുന്ന ഈ ഒരു GST പ്രാക്ടീഷണറുടെ പ്രധാനപ്പെട്ട ജോബാണ്. ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് ചലാനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതായത് ടാക്സ് അടച്ചിട്ട് ചലാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. ദെൻ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോം അമെൻമെന്റ് ഓഫ് എൻറോൾമെന്റ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അവരുടെ ഉത്തരവാദിത്തപ്പെട്ടാണ് GST പ്രാക്ടീഷണറുടെ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന GST കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവിടെ അക്കൗണ്ടന്റ് ഉണ്ടാവും, അവരാണ് ചെയ്യുക. ഇനി അതിന് പുറമെ ഇത് അറിയാത്തവർ അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇത്തരം കൺസൾട്ടൻസി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെടുത്തിട്ട് കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. അവരെയാണ് ആക്ച്വലി ഇവിടെ GST പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് GST പ്രാക്ടീഷണറുടെ. ഒന്നെന്ന് പറഞ്ഞാൽ ടേക്ക് ഓതറൈസേഷൻ ഫ്രം ദി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, ടേക്ക് എ ഓതറൈസേഷൻ ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സന്റെ ഓതറൈസേഷൻ, അവരുടെ ഓതറൈസേഷൻ കിട്ടാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എൻ്റെ അതോറിറ്റി, ഞാൻ അവരുടെ അടുത്ത് ഏൽപ്പിക്കാതെ എൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഓതറൈസേഷൻ നേടിയെടുക്കേണ്ടത് ഉത്തരവാദിത്വം എൻ്റെ ബിസിനസ്സിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏതെങ്കിലും പ്രാക്ടീഷണറെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഓതറൈസേഷൻ ഫ്രം ദി രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് മീൻ ചെയ്യുന്നത്. എൻ്റെ ID കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന GST പ്രാക്ടീഷണർ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഡ്യൂ ഡിലിജൻസ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല സൂക്ഷ്മതയോട് കൂടിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഫിക്സ് ഹിസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓൺ ഓൾ ഡോക്യുമെന്റ് പ്രിപ്പയർഡ് ബൈ ഹിം ആണ്. ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഈ രജിസ്റ്റേർഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറും എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പിയർ ആൻഡ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ബിഫോർ ഇനി ഓഫീസറാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ടാക്സ് ഓഫീസറുടെ മുമ്പിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ എൻ്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, അവരുടെ മുമ്പിൽ ഹാജരാവേണ്ട ഉത്തരവാദിത്തമൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഈ പറയുന്ന GST പ്രാക്ടീഷണർക്ക് ഉണ്ടാവും. അതുപോലെ ബിഫോർ ഫർണിഷിംഗ് എനി ഡോക്യുമെന്റ് എൻഷുർ ഫാക്ട് ആർ ട്രൂ ആണ്. അപ്പോൾ എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന GST പ്രാക്ടീഷണർ കൃത്യമായിട്ട് അത് ഉറപ്പ് വരുത്തണം. അത് കറക്റ്റ് ആണോ, ഫാക്റ്റ് ആണോ, ട്രൂ ആണോ എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ പറയുന്ന GST പ്രാക്ടീഷണർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് GST പ്രാക്ടീഷണറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ന് നോക്കിക്കൊള്ളൂ. ആരാണ് GST പ്രാക്ടീഷണർ, അയാളുടെ റോൾ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാം. അതുപോലെ ഈ പറയുന്ന 3 റിട്ടേൺസ്, ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ഈ പറയുന്ന റിട്ടേൺസ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം.
എന്തായാലും ഇന്ന് ക്ലാസ് തീരില്ല, കുറച്ചും കൂടി എടുത്തിട്ട് നിർത്താം കേട്ടോ. കേൾക്കുന്നില്ലേ? പോയിട്ടുണ്ടല്ലോ എല്ലാവരും ഇല്ല ഇവിടെ? ഹലോ, ഓക്കെ. അപ്പോൾ നോക്കാം, പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റീഫണ്ട് ആണ്. പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റീഫണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേയ്മെന്റ് ഓഫ് ടാക്സ് അണ്ടർ GST എന്നായിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം മെയിൻ ഫീച്ചേഴ്സ്. പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ് നോക്കണം കേട്ടോ. ഈ പേയ്മെന്റ് ഓഫ് ടാക്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. അതിലൊന്ന് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഇപ്പൊ നമുക്ക് GST ടാക്സ് അടക്കുന്നതൊക്കെ ഓൺലൈൻ പേയ്മെന്റ് ആണ്. എനി ടൈം എനിവേർ മോഡ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. നമുക്ക് ഏത് സമയത്തും നമുക്ക് ടാക്സ് അടക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റം. ഓൺലൈൻ മാത്രമല്ല, അല്ലാത്ത രീതിയിൽ അടക്കാം. മെയിനായിട്ട് ഇപ്പോൾ ഓൺലൈനാണ്. ഇനി അതുപോലെ GSTN സിംഗിൾ പോയിന്റ് ഇന്റർഫേസ് ഫോർ ചലാൻ ജനറേഷൻ ആണ്. നമുക്കൊരു സിംഗിൾ ഇന്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഈ പറയുന്ന GST അടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫാസ്റ്റ് റെമിറ്റൻസ് ഓഫ് ടാക്സ് റവന്യൂ ആണ്. ഗവൺമെന്റിലോട്ട് പെട്ടെന്ന് ടാക്സ് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മെക്കാനിസം ആണ് ഇപ്പോൾ GSTയിലുള്ളത്. സ്പീഡ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് അക്കൗണ്ടിങ്ങും റിപ്പോർട്ടിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മന്ത്ലി റിട്ടേൺസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ ഇലക്ട്രോണിക് റീകൺസിലേഷൻ ഓഫ് ഓൾ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് എല്ലാ റെസിപ്റ്റുകളും ഏത് റെസിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ ഇലക്ട്രോണിക് റീകൺസിലേഷൻ ഉണ്ടായിരിക്കും. അതിന് കൃത്യമായിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെരിഫിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ ഈസി ഓഫ് പേയ്മെന്റ് ആണ്. നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെഫ്റ്റോ അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ മറ്റുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ത്രൂ ബാങ്ക് ത്രൂ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ കോമൺ അക്കൗണ്ടിങ് കോഡുകൾ നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമ്മൾ പേയ്മെന്റ്, അതായത് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഈ പറഞ്ഞ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്ത് നമ്മൾ ടാക്സ് അടക്കേണ്ട എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടക്കുന്ന പേയ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. ഇനി പേയ്മെന്റ് അണ്ടർ GSTയിൽ നമ്മൾ CGST ആയിട്ട് അടക്കേണ്ടി വരും. SGST ആണെങ്കിൽ അത് അടക്കേണ്ടി വരും അല്ലെ. നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റ് ഓഫ് സപ്ലൈ ആണെങ്കിൽ ഈ രണ്ട് ടാക്സ് ആണ് അടക്കേണ്ടി വരിക. ഇനി ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ IGST ആണ് അടക്കുക. ഇനി യൂണിയൻ ടെറിട്ടറീസിലുള്ള സപ്ലൈ ആണെങ്കിൽ അവിടെ UTGST ആണ് അടക്കുക. പിന്നെ TDS ഉണ്ടാവാം, TCS ഉണ്ടാവാം. ഇത് രണ്ടും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പേ ചെയ്യേണ്ടി വരും റിട്ടേൺസ് ഫയൽ ചെയ്താൽ. ഓക്കെ. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടാക്സ് അടക്കാൻ ആ പറഞ്ഞ ഡേറ്റിൽ നമുക്കത് അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഫീസൊക്കെ ആയിട്ട് നമ്മളത് മറ്റുള്ള രീതിയിൽ നമ്മൾ ഈ പറയുന്ന പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് പ്രധാനമായിട്ടും ടാക്സ് നമ്മൾ ചെയ്യാറുള്ളത്. GST പേയ്മെന്റുകൾ നമ്മൾ ചെയ്യാറുള്ളത്. CGST ആയിട്ട്, SGST ആയിട്ട്, IGST ആയിട്ട്, UTGST ആയിട്ട്, അതുപോലെ TDS TCS ഒക്കെ ആയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ടാക്സ് അടക്കാറുള്ളത്. ഓക്കെ. പിന്നെ പെനാൽറ്റി ആയിട്ടും അതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ടും ഫീസൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി TDS ആണ്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്. TDSന്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. TDS is a mechanism in GST law where the recipient of goods or services deduct out some amount for tax out of amount payable by the supplier ആണ് അല്ലേ. സപ്ലയർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ പൈസ അതിനുള്ള ടാക്സ് നമ്മൾ പിടിക്കുക. ദാറ്റ് മീൻസ് ഈ പൈസ കൊടുക്കുന്ന ആള് എന്ത് ചെയ്യണം? ടാക്സ് പിടിച്ചിട്ട് ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ പിടിച്ച ആളെന്ത് ചെയ്യണം? അത് നേരെ ഗവൺമെന്റിലോട്ട് അടക്കണം. ഓക്കെ. അതിനെയാണ് TDS എന്ന് പറയാം. അതായത് ഒരു പേയ്മെന്റ് ചെയ്യുന്ന ആള് ആ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ പൈസയിൽ TDS പിടിച്ച് ബാലൻസ് എമൗണ്ട് കൊടുത്താൽ മതി. TDS പിടിച്ച എമൗണ്ട് എന്ത് ചെയ്യണം? ഈ പിടിച്ച ആള് അത് നേരെ ഗവൺമെന്റിലോട്ട് അടക്കണം. അത് ചിലപ്പോൾ എംപ്ലോയർ ആയിരിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ബാങ്കാണ്. ബാങ്ക് എന്ത് ചെയ്യും? അതിന്റെ TDS പിടിച്ചിട്ട് ബാലൻസ് എന്ത് ചെയ്യുള്ളൂ? അതിന്റെ ഡെപ്പോസിറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പിടിക്കുന്നതാണ് TDS എന്ന് മീൻ ചെയ്യുന്നത്. ഇനി ഈ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ ആൻഡ് കോൺട്രാക്ട് എക്സീഡ് 2.5 lakh ആണ്. അപ്പോൾ ഒരു സപ്ലൈ 2.5 ലക്ഷത്തിന് മുകളിലേക്ക് വരികയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? TDS പിടിച്ചിരിക്കണം. അപ്പോൾ TDS പിടിച്ചിട്ട് ആ പൈസ കൊടുക്കാൻ പാടുള്ളൂ. ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ ഒരു സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ അവിടെ ഞാൻ അതിന്റെ പൈസ കൊടുക്കും. ഇപ്പം ഞാനൊരു കസ്റ്റമറാണെന്ന് വിചാരിക്കാം. 2.5 ലക്ഷത്തിന് മുകളിൽ ഞാൻ സാധനം വാങ്ങാണ്. അപ്പം ഞാൻ അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ 2.5 ലക്ഷത്തിന് മുകളിലുള്ള പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ TDS പിടിച്ചിട്ട് ഞാൻ TDS പിടിക്കണം. ദ റേറ്റ് ഓഫ് TDS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2% ആണ്. 2% TDS പിടിക്കേണ്ട എമൗണ്ട് കേട്ടോ.
അത് വാല്യൂ ഓഫ് ദി സപ്ലൈയുടെ മുകളിലാണ് 2% വരിക. ഇനി the director would be liable to make payment of TDS by 10th of the next month. നമ്മൾ പറഞ്ഞു നേരത്തെ ആ GSTR നമ്പറുകളൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഡക്ടർ മീൻസ് അവിടെ ആരാണ് TDS പിടിച്ച വ്യക്തി അയാളാണ് ഡിഡക്ടർ എന്ന് മീൻ ചെയ്യുന്നത്. അയാൾ എന്ത് ചെയ്യണം? അടുത്ത മാസം 10-ാം തീയതി മുമ്പായിട്ട് TDS ഗവൺമെന്റിലോട്ട് ആ GST ഫോം അയാൾ ഫയൽ ചെയ്തിരിക്കണം, പൈസ അടച്ചിരിക്കണം. ഓക്കെ, ഫോളോയിങ് പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് ആണ്. അതായത് TDS പിടിക്കേണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ. അതുപോലെ ലോക്കൽ അതോറിറ്റി, നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവരാണ് ലോക്കൽ അതോറിറ്റി മീൻ ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് ഏജൻസികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ TDS പിടിക്കാൻ ബാധ്യതയുള്ള ആൾക്കാരാണ്. അതുപോലെ പേഴ്സൺസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ നോട്ടിഫൈ ചെയ്ത ചില സ്ഥാപനങ്ങളുണ്ടാവും, അവരും TDS പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇവരും TDS പിടിക്കാൻ ബാധ്യതയുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി TCS ആണ്. TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ആണ്. സോഴ്സ് നിന്ന് ടാക്സ് കളക്ട് ചെയ്യാണ്. A mechanism in the GST law wherein a tax to be collected by electronic commerce operators from the supplier. സപ്ലയറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ടാക്സ് കളക്ട് ചെയ്യാണ്. പ്രധാനമായിട്ടും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന TCS പിടിക്കാറുള്ളത്. ടാക്സ് കളക്ടഡ് സോഴ്സ് ആണ്. അതിന്റെ പെർസെൻറ്റേജ് 1% ആണ്. അതായത് വാല്യൂ ഓഫ് ദി സപ്ലൈയുടെ 1% ആണ് TCS പിടിക്കേണ്ടത്. ഡിഡക്റ്റഡ് വുഡ് ബി ലയബിൾ ടു മേക്ക് പേയ്മെന്റ് TCS by 10th of the next month ആണ്. നേരത്തെ TDS പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം 10-ാം തീയതി മുമ്പായിട്ട് എന്ത് ചെയ്യണം? ആ എമൗണ്ട് അവർ പേ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെഡ്ജേഴ്സ് ഇൻ GST ആണ്. ലെഡ്ജേഴ്സ് ഇൻ GST നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് ക്യാഷ് ലെഡ്ജർ, രണ്ടാമത്തെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ, അതുപോലെ ലാബിലിറ്റി ലെഡ്ജർ. ഓക്കെ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ലെഡ്ജേഴ്സ് ആണ് നമുക്ക് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്യാഷ് ലെഡ്ജർ, ITC ലെഡ്ജർ, ലാബിലിറ്റി ലെഡ്ജർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ ആണ് ഫസ്റ്റ് വൺ. അതാണ് നോക്കാനുള്ളത്. ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ടാക്സ് ലാബിലിറ്റി രജിസ്റ്റർ എന്നും ഇതിനെ പറയാറുണ്ട്. നോക്കാം. All liabilities of a taxable person under the GST law shall be recorded and maintained in an electronic liability register in the prescribed manner. The register shall be debited by. Okay, നോക്കാം. അതായത് എല്ലാ ലാബിലിറ്റീസും, ഓൾ ലാബിലിറ്റീസ് ഓഫ് എ ടാക്സബിൾ പേഴ്സൺ, ഒരു ടാക്സബിൾ പേഴ്സന്റെ അയാൾ ടാക്സ് അടയ്ക്കേണ്ട ഓൾ ലാബിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ടാവും? അത് റെക്കോർഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഇലക്ട്രോണിക് ലെഡ്ജറാണ് ആക്ച്വലി ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ എന്ന് പറയും. ഇലക്ട്രോണിക് ലാബിലിറ്റി രജിസ്റ്റർ എന്നതിന് പറയാറുണ്ട്. ഇലക്ട്രോണിക് ലാബിലിറ്റി ടാക്സ് ലാബിലിറ്റി രജിസ്റ്റർ ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ അടയ്ക്കേണ്ട കുറേ ടാക്സ് എമൗണ്ട് ഉണ്ടാവും. അപ്പം ഞാൻ സപ്ലൈ ചെയ്യുന്ന ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? കുറേ എമൗണ്ട് ടാക്സ് അടക്കേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട അത് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് അങ്ങനത്തെ ചെയ്ത് വെച്ചൊരു ലെഡ്ജറാണ് ആക്ച്വലി ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോണിക്കലി അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും, അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതിലൊന്ന് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി, ഞാൻ എത്രത്തോളം ടാക്സ് ലാബിലിറ്റി കൊടുക്കാനുണ്ട്. അതുപോലെ ലാബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസ് ആൻഡ് അതേഴ്സ്. ഞാൻ എന്തെങ്കിലും പൈസ ഇൻട്രസ്റ്റ് ആയിട്ടോ പെനാൽറ്റി ആയിട്ടോ ഫീസായിട്ടോ ഗവൺമെന്റിലോട്ട് അടക്കാനെങ്കിൽ അത് TDS കളക്ട് ചെയ്ത് വെച്ചതോ TCS കളക്ട് ചെയ്ത് വെച്ച എല്ലാ എമൗണ്ടുകളും ഞാൻ ഗവൺമെന്റിലോട്ട് ഞാൻ അടക്കാത്തുണ്ടെങ്കിൽ അത് TDS എടുക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബിസിനസ്സുകാരനാണെങ്കിലും സ്വാഭാവികമായിട്ടും TDSും TCS ഒക്കെ ചിലപ്പോൾ പിടിക്കേണ്ടി വരും. അങ്ങനെ പിടിച്ചു വെച്ച വല്ല പൈസയും കൊടുക്കാനുണ്ടെങ്കിൽ ആ ലാബിലിറ്റീസ്. അതുപോലെ ലാബിലിറ്റി ടുവാർഡ് റിവേഴ്സ് ചാർജ്, ചില സാഹചര്യത്തിൽ റിവേഴ്സ് ചാർജിലാണ് ടാക്സ് എടുക്കേണ്ടി വരും. ആ എമൗണ്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത്. അതുപോലെ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ആസ് എ റിസൾട്ട് ഓഫ് ITC മിസ്മാച്ച് ആണ്. ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ മിസ്മാച്ച് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ
ക്രെഡിറ്റ് ഉള്ളതിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മിസ്മാച്ച് വരുമ്പോൾ ആ മിസ്മാച്ച് എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് അത്തരം എമൗണ്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറുകൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഔട്ട്പുട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്ത് വെച്ച ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് ആണ് ലയബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് പെനാൽറ്റി പിന്നെ പറയുന്ന ആവശ്യമില്ല, മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ TDSO TCS അക്കൗണ്ടിലോട്ട് അടക്കേണ്ടത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടക്കേണ്ട ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. അതുപോലെ റിവേഴ്സ് ചാർജസ് ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലയറാണ് സാധാരണ ടാക്സ് എടുക്കേണ്ടി വരിക. ചില സമയങ്ങളിൽ എന്ത് വരും, റെസിപ്പിയന്റ് ടാക്സ് എടുക്കേണ്ടി വരും. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ സാഹചര്യത്തിൽ വല്ല പൈസയും അടക്കാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ ലെഡ്ജറിൽ. ഇതിന് പുറമെ ഇപ്പോൾ ഞാൻ ഇൻപുട്ട്, ദാറ്റ് മീൻസ് ഇൻപുട്ട് വാങ്ങിയപ്പോൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 100 എക്സാമ്പിളായിട്ട് 100 അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ അടച്ച 100 അവിടെ ക്രെഡിറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ. ഇനി ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ടാക്സ് ആക്ച്വലി അവിടെ 120 വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 120 ഞാൻ അടക്കണ്ട, പകരം അവിടെ ഓൾറെഡി ഞാൻ എത്ര അടച്ചിട്ടുണ്ട്, അവിടെ 100 അടച്ചിട്ടുണ്ട്. ബാക്കി ഡിഫറൻസ് 20 അടച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അതാണ് ശരിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഓൾറെഡി അവിടെ ക്രെഡിറ്റ് കുറവാണ്. ആ ക്രെഡിറ്റ് ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ക്രെഡിറ്റ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടാക്സ് അവിടെ മൈനസ് വരും. അപ്പോൾ അങ്ങനെ വല്ല എമൗണ്ട് കൊടുക്കാറുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് ആക്ച്വലി ഇവിടെ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ആസ് എ റിസൾട്ട് ഓഫ് ITC മിസ്മാച്ച് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്. ITC ലെഡ്ജർ ആണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. That means the electronic credit ledger reflects the amount of input tax credit available to the taxpayer ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സപ്ലൈ ചെയ്തപ്പോൾ റെസിപ്റ്റ് അല്ലേ, ഞാനിവിടെ എന്തെങ്കിലും വാങ്ങിയ സമയത്ത് അടച്ച ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് എമൗണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ലെഡ്ജറാണ് ആക്ച്വലി ITC ലെഡ്ജർ എന്ന് പറയും. മനസ്സിലായോ? ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരാണോ എനിക്ക് റോ മെറ്റീരിയൽ തന്നത് അയാൾക്ക് ഞാൻ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ടാക്സ് എമൗണ്ട് അവിടെ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഈ ITC ലെഡ്ജറിലാണ് ഉണ്ടാവുക. ഇൻപുട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ് അത് രേഖപ്പെടുത്തി വെക്കുക. അതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ റിഫ്ലക്ട് ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ്. എനിക്ക് അവിടെ എത്രത്തോളം ഇൻപുട്ട് അവിടെ അവൈലബിൾ ആണ്, ഞാൻ അടച്ച എമൗണ്ട് മാത്രമേ എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, അത് കാണിക്കുന്ന ലെഡ്ജറാണ് ഈ പറയുന്ന ITC ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, ഇനി എവറി ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ദി രജിസ്റ്റേർഡ് ടാക്സ് പെയർ will be credited to his ledger and utilization of credit will be debited ആണ്. അതായത് എവറി ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ്. ഇപ്പോൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും, ഞാൻ പിന്നീട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എല്ലാ ക്ലെയിമുകളും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ എല്ലാ ക്ലെയിമുകളും രജിസ്റ്റേർഡ് ടാക്സ് പെയർ വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് ലെഡ്ജർ അക്കൗണ്ട് ആണ്. അവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് വിൽ ബി ഡെബിറ്റഡ്. ഞാൻ പിന്നീട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡെബിറ്റും ചെയ്യും. മനസ്സിലായോ? അവിടെ ഞാൻ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ അടക്കുന്ന ടാക്സ് അവിടെ ആഡ് ചെയ്ത് വെക്കും. ദെൻ ഞാൻ പിന്നീട് സപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അടക്കേണ്ട ടാക്സ് ഉണ്ടാവും, ആ എമൗണ്ട് അവിടെ ഡെബിറ്റും ചെയ്യും. ഓക്കെ, സോ ദ ബാലൻസ് ഇൻ ദി ലെഡ്ജർ ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ടാക്സ് ടു ബി റീഫണ്ടഡ് ആണ്. ഇനി കുറേ കഴിഞ്ഞിട്ട് ഞാൻ അടച്ച എമൗണ്ട് കൂടുതലും ഇനി അടക്കേണ്ട എമൗണ്ട് ലയബിലിറ്റി കുറവാണെങ്കിൽ ആ ഡിഫറൻസ് എനിക്ക് എന്ത് ചെയ്യും, പിന്നീട് വേണമെങ്കിൽ റീഫണ്ട് ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഈസ് എ ക്യാഷ് ലെഡ്ജർ ദാറ്റ് കണ്ടെയ്ൻ ഡെപ്പോസിറ്റ് ദാറ്റ് ടാക്സ് പെയർ ഹാസ് മെയ്ഡ് ആണ്. അതായത് ഈ ഡെപ്പോസിറ്റ് ഇപ്പോൾ ടാക്സ് പെയർ ടാക്സ് അടക്കുന്ന എമൗണ്ട് ആണ് അല്ലേ, ഞാൻ ടാക്സ് എന്തായാലും അടക്കേണ്ടി വരും. അങ്ങനെ അടക്കുന്ന എമൗണ്ട് കാണിക്കുന്ന ഒരു ലെഡ്ജറാണ് ആക്ച്വലി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയും. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഈസ് എ ക്യാഷ് ലെഡ്ജർ ദാറ്റ് കണ്ടെയ്ൻസ് ഡെപ്പോസിറ്റ് ദാറ്റ് ടാക്സ് പെയർ ഹാസ് മെയ്ഡ്. അതായത് ഞാൻ വല്ല ടാക്സ് എമൗണ്ടും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണിക്കുന്ന ലെഡ്ജറാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയും. So the balance in this account can be used for payment of tax, interest, penalty and other payments ആണ്. ഇതിലെന്തെങ്കിലും പേയ്മെന്റ് എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എമൗണ്ട് എനിക്ക് ഈ പറയുന്ന ടാക്സ് അടക്കാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കാനോ പെനാൽറ്റി അടക്കാനോ എനിക്ക് യൂസ് ചെയ്യാം. The balance in the ledger after payment of tax
ഇനി ഞാൻ അടച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്കത് റീഫണ്ട് ചെയ്യുകയും വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ടാക്സ് പേയബിൾ മൈനസ് ടാക്സ് ക്രെഡിറ്റ്. ഞാനിപ്പോൾ 120 അടക്കാനുണ്ടെങ്കിൽ വിചാരിക്കാം, 120 അടക്കാനുണ്ട്, അതാണ് ടാക്സ് പേയബിൾ. അതിന് എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി അവിടെ 100 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ടാക്സ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ദെൻ ബാലൻസ് എമൗണ്ട് ആണ് ഞാൻ 20 രൂപ അടക്കേണ്ടി വരും, അതാണ് ഇവിടെ നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ടാക്സ് ഡ്യൂ. ഞാൻ ഔട്ട്പുട്ട് കൊടുത്ത സമയത്ത് എനിക്ക് അവിടെ ടാക്സ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എനിക്ക് അവിടെ ഓൾറെഡി ഇൻപുട്ട് ഞാൻ വാങ്ങിയ സമയത്ത് കൊടുത്ത ടാക്സ് ഉണ്ടാവും, അത് മൈനസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് ടാക്സ് പേയബിൾ. അതായത് രണ്ടും സെയിം ആണ്, ഈ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആണ്. ഓക്കെ, ഇനി റീഫണ്ട് കേസസ് ആണ്. എപ്പോഴൊക്കെയാണ് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് റീഫണ്ട് അല്ലെങ്കിൽ നമുക്ക് ടാക്സ് അടച്ച എമൗണ്ട്